ഹേ ഗായ്സ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൈക്യൂവിൻ്റെ ഒന്നാം സീസണിലെ 17ാമത്തെയും 18ാമത്തെയും എപ്പിസോഡുകളാണ്. സോ ഗായ്സ്, ഈ ഒരു എപ്പിസോഡാണ് കറാസ്നോ വേഴ്സസ് ഡേറ്റക്ക് മത്സരം നടക്കുന്നത്. അത് കാരണം തന്നെ ഈ ഒരു എപ്പിസോഡാണെങ്കിൽ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. അത് കാരണം തന്നെ നിങ്ങൾ ഫുൾ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവുള്ളൂ. പിന്നെ 2 ദിവസം ലേറ്റ് ആയതിനൊരു ക്ഷമ ചോദിക്കുന്നു. വെക്കേഷൻ ആണ്, അതുപോലെ തന്നെ മഴയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാൻ കുറെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒരു 310 ലൈക്കാണ് ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. 310 ലൈക്ക് ആയപ്പോൾ തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ 310 ലൈക്കൊക്കെ ഈ സെറ്റ് നേടാവുന്നേ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇന്ററാക്ട് ടൂർണമെന്റ്സ് നടക്കുന്ന സ്റ്റേഡിയമാണ് കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം മാച്ച് തുടങ്ങാനായപ്പോൾ തന്നെ നമ്മളെ കറാസ്നോയും അതുപോലെ തന്നെ ഡേറ്റക്കും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ നമ്മളെ കറാസ്നോയുടെ ഫോർമേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സാധാരണ ടീമുകളെ പോലെയല്ല ഡേറ്റക്ക്. അവരുടെ സെർവുകളും അതുപോലെ തന്നെ സ്പൈക്കുകളും എല്ലാതും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള സെർവുകളും സ്പൈക്കുകളാണ്. അത് കാരണം തന്നെ അവരുടെ അറ്റാക്കുകളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കറാസ്നോയിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് റിസീവ് ചെയ്യാൻ അറിയുന്നവരാണ് ബാക്കിത്തെ റോയിൽ വെച്ചിരിക്കുന്നത്. സോ അതിനുശേഷം മാച്ച് സ്റ്റാർട്ട് ആവാണ്. ആദ്യം തന്നെ ഡേറ്റക്കിന്റെ ഒരു സെർവാണ്. അതാണെങ്കിലും നമ്മളെ കറാസിനെ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ട് തന്നെയായിരുന്നു ആ ഒരു സെർവ് വന്നത്. പക്ഷേ നമ്മളെ ക്യാപ്റ്റൻ ഡൈസി അത് നിഷ്പ്രയാസം റിസീവ് ചെയ്യാണ്. അങ്ങനെ ക്യാപ്റ്റൻ ഡൈസി റിസീവ് ചെയ്ത ആര് ബോൾ നമ്മളെ കഗയാമയുടെ അടുത്തേക്ക് പോകുന്നു. കഗയാമ ആദ്യം ആർക്ക് സെറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചതിന് ശേഷം പെട്ടെന്ന് ചാടിയിട്ട് നമ്മളെ ഷോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാണ്. പക്ഷെ അതൊരു സാധാരണ സെറ്റ് ആയിരുന്നു, ഒരു ഫാസ്റ്റ് അറ്റാക്ക് സെറ്റ് ഒന്നും അല്ലായിരുന്നു. എന്നാൽ പോലും ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി സാധാരണ ടീമുകൾക്കെതിരെ നന്നായിട്ട് തന്നെ വർക്കാവും. സോ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കറാസിനോ അങ്ങനെ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തത്. പക്ഷേ ഡേറ്റക്കിലെ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഷോയോനെ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോയുടെയും അതുപോലെ തന്നെ നമ്മളെ കറാസ്നോയുടെ ഫസ്റ്റത്തെ അറ്റാക്ക് തടയാൻ വേണ്ടി അവന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുകയാണ്. പക്ഷേ എന്നിട്ട് നമ്മളെ ഷോയോ അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് നേടി തരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ ടക്കഡ്സാൻ ഒരു ഡൗട്ട് വരികയാണ്, ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ നമ്മളെ കോച്ച് ടക്കഡ്സാൻ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരിപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ടെക്നിക്കിന്റെ പേരാണ് റീഡ് ബ്ലോക്കിംഗ്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെറ്റർ ഏത് പൊസിഷനിലോട്ടാണ് ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പൊസിഷനിലോട്ട് ഓടിപ്പോയിട്ട് ആ ഒരു ബോളിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് വർക്ക് ആവുന്നത്. നമ്മൾ ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ നമ്മൾ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് പഠിയും. സോ ഷോയോ ആ ഒരു ഫസ്റ്റ് പോയിന്റ് നേടിയതിനു ശേഷം അടുത്ത് നമ്മളെ കറാസിനോടെ സെർവാണ്. ആ ഒരു സെർവ് എടുക്കാനായിട്ട് നമ്മളെ കഗയാമയാണ് വരുന്നത്. അവനിൽ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും അവൻ ആ ഒരു ബോൾ സെർവ് ചെയ്തതിനു ശേഷം അവന് തന്നെ തോന്നുന്നുണ്ട് അതൊരു മോഞ്ചി സെർവാണെന്ന്. സോ അത് കാരണം തന്നെ അവരുടെ ലിബറോ അത് ഈ സെറ്റിനെ റിസീവ് ചെയ്യുന്നുണ്ട്. സോ റിസീവ് ചെയ്ത ആ ഒരു ബോളിലാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സെറ്റും സ്പൈക്കൊക്കെ ചെയ്തിട്ട് നമ്മളെ കോർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നിഷിനോ അവിടെ ഉള്ള കാരണം തന്നെ അത് റിസീവ് ചെയ്യാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ അവിടെ നിൽക്കുന്ന കാണികളൊക്കെ നെട്ടിപ്പോകുന്നുണ്ട്. നോയ്സാൻ റിസീവ് ചെയ്ത ആ ഒരു ബോൾ നമ്മൾ ടാനക്കടത്തേക്ക് പോകുന്നു. ടാനക്കസാൻ ആണെങ്കിൽ നമ്മൾ അസായിസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അസായിസാൻ ഇപ്പോൾ ബാക്കിലാണ് നിൽക്കുന്നത്. സോ അത് കാരണം തന്നെ അസായിസാനെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ബാക്ക് അറ്റാക്ക് ഒന്നും പണ്ടത്തെ കളിയിൽ അവർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഡേറ്റക്കത്തെ കോച്ച് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ബാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് അത് നമ്മളെ കറാസ്നോക്ക് നെക്കോമയുമായിട്ടുള്ള ഒരു പ്രാക്ടീസ് മാച്ചിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. അങ്ങനെ നമ്മൾ അസൈസാൻ ഈ ഒരു ബാക്ക് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ നോയസാന് കുറച്ച് ട്രിഗർ ആവുന്നുണ്ട്. കാരണം നോയസാൻ ആ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ റിസീവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് കാരണം നമ്മൾ നോയസാൻ ആണെങ്കിൽ അസൈസാനത്ത് പറയുന്നുണ്ട് അടുത്ത ബ്ലോക്ക് ചെയ്യപ്പെട്ട ബോൾ എന്തായാലും ഞാൻ റിസീവ് ചെയ്തിരിക്കും എന്ന്. അപ്പോഴാണ് നമ്മൾ അസൈസാൻ പറയുന്നുണ്ട് ഓക്കെ, പക്ഷെ ഞാൻ അടുത്ത എന്തായാലും ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. സോ ഇതിൽ നിന്നിപ്പോൾ കറാസ്നോക്കും ഡേറ്റക്കിനും ഓരോരോ പോയിന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം അവർ സെർവ് ചെയ്ത ഒരു ബോളിൽ നിന്ന് നമ്മൾ കറാസ്നോക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അത് നമ്മളെ കഗയാമ ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിലും അവരുടെ ബ്ലോക്കർ കാണുന്നുണ്ടായിരുന്നു. നമ്മളെ കഗയാമ ടാനക്കസാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ടാനക്കസാണെങ്കിൽ അത് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ബ്ലോക്കേഴ്സ് അത് ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ അവർക്ക് 2 പോയിന്റ് ആയി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റെഫറി പറയുന്നത് അത് ഫൗളാണ്, അത് അലൗഡ് അല്ലാന്ന്. കാരണം അവരുടെ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നെറ്റിന്റെ മേലെ കൂടെ ആയിരുന്നു അവർ ബ്ലോക്ക് ചെയ്തത്. അവരുടെ ബോഡി നെറ്റിന്റെ മേലെ കോൺടാക്ട് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ അത് അലൗഡ് ആയില്ല. സോ അതിന് നമ്മളെ കറാസ്നോക്ക് 2 പോയിന്റ് ലഭിക്കുകയാണ്. പിന്നെ ഈ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ഔബോചേഴ്സിന്റെ കോച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു മാച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളെങ്കിൽ പോലും ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ചായി മാറും. അതിനുശേഷം നമ്മളെ കറാസ്നോക്ക് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. സോ അങ്ങനെയുള്ള ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ട് നമ്മളെ കഗയാമ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണയും അസൈസാന്റെ ഒരു സ്പൈക്ക് ആണെങ്കിൽ അവരുടെ ബ്ലോക്കേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ബ്ലോക്ക് ചെയ്തിട്ട് ആ ഒരു ബോൾ നേരെ പോകുന്നത് ഔട്ടിലോട്ടാണ്. അത് കാരണം ലാസ്റ്റ് അവരുടെ കൊണ്ടിട്ടുള്ള കാരണം തന്നെ നമുക്കാണ് പോയിന്റ് ലഭിക്കുന്നത്. ഇതും കൂടി ആയപ്പോൾ നമ്മൾ കറാസ്നോപ്പോൾ 3 പോയിന്റ് ലീഡ് നിൽക്കുകയാണ്. അതിനുശേഷം അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അതാണെങ്കിൽ അവരുടെ സ്പൈക്കർ നല്ല പവറിലാണ് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഷോയുടെ കൈ നൊട്ടേ ഡിഫ്ലക്റ്റ് ആയിട്ട് അതിന്റെ സ്പീഡ് കുറഞ്ഞ കാരണം തന്നെ നോയസാൻ അത് റിസീവ് ചെയ്യുന്നുണ്ട്. നോയസാൻ റിസീവ് ചെയ്ത ആ ഒരു ബോൾ കഗയാമയുടെ അടുത്തേക്ക് പോകുന്നു. കഗയാമ ആണെങ്കിൽ ആ ഒരു ബോൾ ഷോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഷോയോ അത് നല്ല പവറിലാണ് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരിലെ ബ്ലോക്കർ ആയിട്ടുള്ള അവനെ നമ്മുടെ ഷോയുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് തന്നെ റീഡ് ചെയ്തിട്ട് ഷോയുടെ ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാണ്. സോ ഷോയുടെ ഈ ഒരു സ്പൈക്കും കൂടി ബ്ലോക്ക് ചെയ്യപ്പെട്ടപ്പോൾ നമ്മുടെ കറാസ്നോക്ക് എല്ലാവർക്കും മനസ്സിലാവാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് അയൺ വാൾ എന്ന നിക് നെയിമിൽ എത്തുന്നത്. ഇപ്പൊ നമ്മുടെ ഷോയോ നല്ല അസ്വസ്ഥനാണ്. കാരണം അവനിപ്പോൾ നേടിയ എല്ലാ പോയിന്റുകളും ലക്ക് കൊണ്ടാണ്. അവൻ എപ്പോഴും സ്പൈക്ക് ചെയ്യുന്ന പോലെ ആ ഒരു സ്പീഡിലുള്ള സ്പൈക്ക്
ചെയ്തിട്ട് അവനിപ്പോൾ ഒരു പോയിന്റ് നേടാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ കഗയാമ ഷോയോട് പറയുന്നത്, നീ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ നമ്മുടെ ആ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കുറെ കാലമായി നമ്മൾ ആ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് കേട്ടിട്ടാണ് നമ്മളെ ഷോയൊക്കെ നന്നായിട്ട് തന്നെ സന്തോഷമാവുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ ഇനി ആരെങ്കിലും ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് എന്താണെന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഷോയോ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട്ട് നല്ല സ്പീഡിൽ തന്നെ ഓടിപ്പോയിട്ട് അവന്റെ രണ്ട് കണ്ണും പൂട്ടിട്ട് സ്പൈക്ക് ചെയ്യും. അവന്റെ മുന്നിൽ ബോൾ ഉണ്ടോ ബോളില്ലേന്നൊന്നും അവൻ നോക്കില്ല. സോ അങ്ങനെ നമ്മളെ ഷോയെ സ്പൈക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ കഗയാമ അങ്ങോട്ട് വന്നിട്ട് ഷോയെ സ്പൈക്ക് ചെയ്യുന്ന അതേ എക്സാക്ട് പൊസിഷനിലോട്ട് അവന്റെ ഒരു സെറ്റും ചെയ്യും. സോ നമ്മളെ കഗയാമയുടെ ഈ ഒരു സെറ്റും അതുപോലെ തന്നെ നമ്മളെ ഷോയുടെ ആ സ്പീഡൊക്കെ ഉള്ള കാരണം തന്നെ എത്ര ശ്രമിച്ചാൽ പോലും ഒപ്പോണൻസിന് ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ടെക്നിക്കിലാണ് സിമ്പിൾ ആയിട്ട് ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ കറാസിനൊക്കെ 3 പോയിന്റും അതുപോലെ തന്നെ ഡേറ്റക്കിന് 2 പോയിന്റുമാണ്. അപ്പോഴാണെങ്കിൽ അവരുടെ ടീമിന് ഒരു സെർവാണ്. അതാണെങ്കിൽ അവരുടെ ടീമിലെ പ്ലെയർ നല്ല പവറിൽ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ടനക്കസാൻ അത് റിസീവ് ചെയ്യാണ്. ടനക്കസാൻ ആ ഒരു ബോൾ റിസീവ് ചെയ്ത് അപ്പം തന്നെ നമ്മളെ ഷോയോ നല്ല സ്പീഡിൽ തന്നെ ബ്ലോക്കേഴ്സ് ഇല്ലാത്ത സ്ഥലത്തോട് ഓടി പോവാണ്. അങ്ങനെ ടനക്കസാൻ റിസീവ് ചെയ്ത ആ ഒരു ബോൾ നേരെ നമ്മളെ കഗയാമ അടുത്തേക്ക് വരികയാണ്. കഗയാമ ആ ഷോയ്ക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന അതേ സമയം തന്നെ അവരുടെ ബ്ലോക്കേഴ്സിനോട് മനസ്സേ പറയുന്നുണ്ട്, നിനക്കൊന്നും എത്ര നന്നായിട്ട് റീഡ് ബ്ലോക്കിംഗ് ചെയ്യാൻ അറിഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ചത്ത് ശ്രമിച്ചാലും നിങ്ങൾക്ക് ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നും പറയുമ്പോൾ ഷോയ്ക്ക് കാൽക്കുലേറ്റർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാണ്. ഷോയെ സ്പൈക്ക് ചെയ്യാൻ പോകുന്ന അതേ എക്സാക്ട് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷോ അങ്ങോട്ട് തന്നെ സ്പൈക്ക് ചെയ്യാണ്. അത് കാരണം നമ്മളെ കറാസിനൊക്കെ പോയി പോയിന്റ് ലഭിക്കുകയാണ്. ഈ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി കണ്ടിട്ട് അവരുടെ ബ്ലോക്കേഴ്സിനെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. അതുകൂടാതെ ആ ഒരു സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം ഈ ഒരു ടൂർണമെന്റ് കാണാവുന്ന എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് കാണുന്നത്. എല്ലാവരും ഞെട്ടുന്ന അതേ കണക്കിന് തന്നെ നമ്മുടെ ഷോയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നെ ഈ ഒരു സെറ്റ് കണ്ടിട്ടാണെങ്കിൽ അവരുടെ ടീമിന്റെ സെക്കൻഡ് കോച്ച് പറയുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പൈക്ക്, ഇവരിത് എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ഡേറ്റയ്ക്ക് മെയിൻ കോച്ച് പറയും, ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരാൾക്ക് പോലും സാധിക്കില്ല, അതെന്തെങ്കിലും ഭാഗ്യം കൊണ്ട് സംഭവിച്ചതായിരിക്കും. അതിനുശേഷം നമ്മൾ നോയസാനും അതുപോലെ തന്നെ സുക്കിഷിമയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സുക്കിഷിമ കോർട്ടിലോട്ട് എത്തിയപ്പോൾ തന്നെ കഗയാമയായിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം ഫോർമേഷൻ റൊട്ടേറ്റ് ആയിട്ട് നമ്മളെ ഷോയുടെ സെർവാണ്. ഇപ്പോൾ ഷോ ആണെങ്കിലോ അത് മിസ്സാക്കി കളയുന്നുണ്ട്. അതിനാൽ നമ്മൾ ഷോ ഒനേഷിനോയുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഷോയുടെ മിസ്സാറിന് അവർക്കൊരു പോയിന്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ അവർക്ക് 3 പോയിന്റ് നമുക്ക് 4 പോയിന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മൾ കറാസിനോക്ക് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. അതാണെങ്കിൽ നമ്മൾ കഗയാമ സുക്കിഷിമക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സുക്കിഷിമ ഒരു പോയിന്റ് നേടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സുക്കിഷിമ കളിക്കുന്നത് ഷോയുടെ പൊസിഷനിലാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ 7-5 എന്ന നിലയ്ക്ക് സ്കോർ ബോർഡിൽ നമ്മളെ കറാസിനോ ലീഡിലാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോയെ തിരിച്ച് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷം കളി റീസ്റ്റാർട്ട് ആയപ്പോൾ അവരാണെങ്കിൽ എങ്ങനെയൊക്കെ ഒരു പോയിന്റ് നേടുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണ്. അങ്ങനെ അവർക്ക് 6 പോയിന്റ് ആയിരിക്കുകയാണ്. പിന്നെ വീണ്ടും അവരുടെ ഒരു സെർവാണ്. അത് നമ്മളെ നിഷിനോയെ റിസീവ് ചെയ്യുന്നുണ്ട്. നോയസ റിസീവ് ചെയ്ത ആരോട് നല്ല ഉയരത്തിൽ പോവാണ്. എന്നിട്ട് നമ്മൾ കഗയാമി ഷോ ആണെങ്കിൽ നേരത്തെ നടത്തിയ പോലെ അതൊരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ചെയ്യാണ്. ഇതിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ പോയിന്റ് ഇടുന്നു. നേരത്തെ നിന്ന പോലെ തന്നെ ഇപ്പോഴും അവരുടെ ബ്ലോക്കേഴ്സിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഈ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്കും കൂടി കണ്ടപ്പോൾ ഡേറ്റയ്ക്ക് സെക്കൻഡ് കോച്ച് പറയാണ്, സാർ അവരത് വീണ്ടും ചെയ്തു. അതിനർത്ഥം നേരത്തെ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചതും ഒരു ഭാഗ്യമല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? സോ ഈ ഒരു പോയിന്റ് കൂടി ആയപ്പോൾ നമ്മളെ കറാസിനോക്ക് 8 പോയിന്റ് ആയിട്ടുണ്ട്. ഇതേ സമയം ഡേറ്റയ്ക്ക് കോച്ചാണെങ്കിൽ പെട്ടെന്ന് ഒരു ടൈം ഔട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പ്ലേയേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി നിങ്ങൾ റീഡ് ബ്ലോക്കിംഗ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യേണ്ട. അതായത് നിങ്ങൾ സെറ്ററിനെ മാർക്ക് ചെയ്തിട്ട് സമയം കളയണ്ട, പകരം അവരുടെ 10 നമ്പർ തടഞ്ഞാൽ മതി. ഈ ഒരു ടാക്ടിക് അവർക്ക് പറഞ്ഞതിന് ശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഡേറ്റയ്ക്ക് എല്ലാ പ്ലേയേഴ്സിന്റെയും ചിന്ത ആ ഒരു 10 നമ്പറിനെ തടയണം. എന്നെങ്കിൽ അവരുടെ പ്ലേയേഴ്സും കോച്ചും എന്തിനേറെ പറയുന്ന അവരുടെ ഫാൻസും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് കാരണം നമ്മളെ കറാസിനോട് ഒപ്പോണൻസ് ആയിട്ടുള്ള എല്ലാവരുടെയും ചിന്ത നമ്മുടെ ഷോയിനെ ആദ്യം തടയണം എന്നാണ്. അങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ടീമിലത്തെ ആ ഒരു പ്ലേയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കറാസിനോടെ വുമൻസ് ടീമും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 2 ടീം അങ്ങോട്ട് വന്നപ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഷോയുടെ ഈ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ആണ്. നമ്മുടെ ഷോയുടെ സ്പീഡും അതുപോലെ തന്നെ ജമ്പിംഗ് സ്കില്ലും കഗയാമയുടെ സെറ്റ് അവർ നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഡേറ്റയ്ക്ക് ബ്ലോക്കേഴ്സ് ആണെങ്കിൽ ഷോനെ മാർക്ക് ചെയ്തിട്ട് പോലും അവർക്ക് നമ്മുടെ ഷോയുടെ കഗയാമയുടെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് തടയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഷോയോടി കഗയുടെ ഫാസ്റ്റ് അറ്റാക്ക് കണ്ടിട്ട് കറാസിനോ വുമൻസ് ടീമിലത്തെ ഗേൾസ് ഒക്കെ നന്നായിട്ട് ഇംപ്രസ് ആവുന്നുണ്ട്. കാരണം അവരും ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു അറ്റാക്ക് കാണുന്നത്. സോ ഗേൾസ് ഇങ്ങനെ ഇംപ്രസ് ആവുന്ന നാട്ടിലെ ടീമിന്റെ പ്ലേയേഴ്സിന് ഒരു പ്രൗഡ് ഫീലിംഗ് വരികയാണ്. അതിനുശേഷം നമുക്കൊരു അഡ്വാൻറ്റേജ് ബോർഡ് ലഭിക്കുകയാണ്. നമ്മുടെ ടീമിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുകയാണെങ്കിൽ ഷോ ഓടാൻ തുടങ്ങും. അങ്ങനെ ഷോ ആണെങ്കിൽ ഓടിപ്പോയി ചാടുന്ന പോലെ ആക്ട് ചെയ്തിട്ട് അവരുടെ ബ്ലോക്കേഴ്സിനെ പറ്റിക്കുന്നുണ്ട്. എന്നിട്ട് ഷോ ബ്ലോക്കേഴ്സ് നിലത്ത് ലാൻഡ് ചെയ്തതിനു ശേഷം ലേറ്റ് ആയിട്ട് ചാടിയിട്ട് ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഗയാമയുടെ ഷോയുടെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ട് നമ്മൾ ക്യാപ്റ്റനായി അവർ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. അതാണെങ്കിലോ കറാസിനോട് വുമൻസ് ടീമായിട്ടുള്ള മിച്ചിമയെ കാണുന്നുണ്ടായിരുന്നു. മിച്ചിമയ്ക്കും ഇത് കണ്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. ശേഷം കറാസിനോക്ക് വേണ്ട ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുകയാണ്. പക്ഷേ നമ്മൾ ഷോ നേരെ ബ്ലോക്കേഴ്സ് ഉള്ള സ്ഥലത്തോട്ടാണ് ഓടുന്നത്. എന്നിട്ട് ബ്ലോക്കറിന്റെ മുന്നിൽ എത്തിയെന്ന് ഉറപ്പായപ്പോ നൈസായിട്ട് ആ ഒരു ബ്ലോക്കറിന്റെ മുന്നിൽ നിന്ന് ചാടാതെ വേറൊരു ഫ്രീ സ്പേസിലോട്ട് ഓടിപ്പോവാണ്. പക്ഷെ അവരുടെ ബ്ലോക്കറായിട്ടുള്ള അവനെ നമ്മളെ ഷോയെ വിടുന്നില്ല. അവന്റെ പിന്നാലെ തന്നെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഷോയെ സ്പൈക്ക് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അവൻ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. അതിൽ നിന്ന് ഡേറ്റക്കിന് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ട്. സോ നമ്മളെ ഷോയുടെ സ്പൈക്ക് ആണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ടെക്കഡസ് ആ മനസ്സിൽ പറയുന്നുണ്ട്, ഇവനിപ്പോൾ ശരിക്കും 2 പ്രാവശ്യം ചാടിയോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കറാസിനോ
കറാസിനൊക്കെ 18 പോയിന്റും അതുപോലെ തന്നെ ഡേറ്റക്കിന് 15 പോയിന്റുമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ടീമാണെങ്കിൽ നല്ല പവറിലൊരു സ്പൈക്കിയാണ്. അതാണെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻസി റിസീവ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻസി റിസീവ് ചെയ്താരപ്പോഴാണ് ടനക്കസാനത്ത് പോകുന്നു. ടനക്കസാൻ നമ്മളെ ഷോയ്ക്ക് കൊടുക്കുകയാണ്. ഷോ ഇത് സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ബ്ലോക്കർ അത് തടയാണ്. പക്ഷെ ബ്ലോക്ക് ചെയ്യപ്പെട്ട ആ ഒരു ബോൾ നമ്മൾ നിഷ്നോയെ റിസീവ് ചെയ്യുന്നുണ്ട്. നിഷ്നോയെ റിസീവ് ചെയ്യുന്നതായിട്ട് കുറെ കാണികൾ ഞെട്ടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നോയ്സ റിസീവ് ചെയ്ത ഒരു ബോൾ നമ്മൾ കഗയാമ അടുത്തേക്കാണ് പോകുന്നത്. കഗയാമക്ക് ആ ഒരു ബോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ 3 അറ്റാക്കേഴ്സും ഒരുമിച്ച് തന്നെ മുന്നോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുക്കാണെങ്കിൽ നമ്മളെ ഷോ നല്ല ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് താ ഞാനൊരു ഫ്രീ ആണ് എന്നൊക്കെ. അങ്ങനെ നമ്മളെ ഷോ ഇപ്പൊ സ്പൈക്കിയോടാ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ടൈമിലെ ബ്ലോക്കർ ആയിട്ടുള്ള അവനെയാണെങ്കിൽ 10 നമ്പർ എന്നും പറഞ്ഞിട്ട് നമ്മളെ ഷോയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഷോയെ സ്പൈക്ക് ചെയ്യുമ്പോഴാണെങ്കിലോ ഷോയൊക്കെ അല്ലായിരുന്നു കഗയാമ സെറ്റ് ചെയ്ത് കൊടുത്തത്. നേരെ മറിച്ച് ബാക്കിൽ നിൽക്കുന്ന അസൈസാൻ ആയിരുന്നു. അസൈസാനെ കണ്ടപ്പോഴാണെങ്കിൽ അവനാകെ ഞെട്ടിപ്പോവാണ്. നമ്മൾ അസൈസാൻ ഈ ഒരു സ്പൈക്ക് ചെയ്യാൻ വേണ്ടി റെഡി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമേ അല്ല. പക്ഷെ അവിടെ നിന്നിട്ടാണ് നമ്മൾ അസൈസാൻ ഈ ഒരു പവർഫുൾ ആയിട്ട് ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്തിട്ട് പോയിന്റ് നേടിത്തരുന്നത്. അതുകൂടാതെ ഈ ഒരു പോയിന്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ അസൈസാൻ ഇതിന് മുന്നുള്ള ഡേറ്റക്കുമായിട്ടുള്ള മത്സരത്തിൽ അസൈസാന് ഒരു പോയിന്റ് പോലും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു മാച്ചിലും. ഈ ഒരു മാച്ചിൽ നമ്മൾ അസൈസാൻ ആദ്യമായിട്ടാണ് സ്പൈക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് നേടുന്നത്. അത് കാരണം നമ്മൾ അസൈസാനേക്കാൾ കൂടുതൽ സന്തോഷം നമ്മുടെ ടീമേറ്റ്സിനാണ്. അസൈസാന്റെ ഫ്രണ്ട്സിനും ടീമേറ്റ്സിനും എല്ലാവർക്കും അസൈസാന്റെ ഒരു കംബാക്ക് കണ്ടപ്പോൾ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിലെ ടീമിന്റെ പ്ലേയേഴ്സിന് നമ്മളെ കറാസിനൊപ്പം യൂസ് ചെയ്ത് അറ്റാക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാണ് അതിനൊക്കെ നമുക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തതാണെന്ന്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഒന്നാമത്തെ സെറ്റിൽ തന്നെ കറാസിനോ നെക്കമക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ നെക്കമ യൂസ് ചെയ്യുന്ന അറ്റാക്ക് സ്ട്രാറ്റജി ഒക്കെ ഇപ്പൊ തന്നെ കുറെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നെക്കമ എത്രമാത്രം നമ്മളെ കറാസിനോടെ വളർച്ചയിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന്. പിന്നെ നമ്മളെ ഷോ ആണെങ്കിൽ കഗയാമയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പൊ പോയിന്റ് നേടിയത് ഞാനല്ല, പക്ഷേ അതെനിക്ക് ഞാൻ സ്പൈക്ക് ചെയ്തിട്ട് പോയിന്റ് നേടുന്ന അതേ ഫീൽ തന്നെയാണ് എനിക്ക് തന്നത്. അപ്പൊ നമ്മൾ കഗയാമ തിരിച്ച് മറുപടി കൊടുക്കും, ഇതാണ് ശരിക്കും ഡീകോ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും നന്നായിട്ട് ഡീകോ സ്കിൽസ് യൂസ് ചെയ്യാൻ അറിയുന്നത് നിനക്കാണ് എന്നൊക്കെ ഷോയിനെ പൊക്കി പറയും നമ്മളെ കഗയാമ. ശേഷം നമ്മളെ കോച്ച് ചിന്തിക്കുന്നുണ്ട്, ഓക്കെ ഇപ്പൊ നമ്മളടുത്തുള്ള എല്ലാ സ്പെഷ്യൽ അറ്റാക്കും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് കളി ജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. സോ അങ്ങനെ നിൽക്കുന്ന കറാസിനോനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ 18ാമത്തെ എപ്പിസോഡിലെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ കഗയാമ ഷോയൊക്കെ എടുക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് നൈസായിട്ട് ടനക്കസാൻ ഇട്ട് കൊടുത്തിട്ട് ടനക്കസാൻ സ്കോർ ചെയ്യുന്നതാണ്. ടനക്കസാന്റെ ഒരു പോയിന്റ് കൂടി ആയപ്പോൾ നമ്മളെ കറാസ്റ്റോക്ക് 23 പോയിന്റ് ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സെറ്റ് വിന്നാൻ വേണ്ടിയിട്ട് 2 പോയിന്റ് കൂടി മതി. അതിനുശേഷം ഡേറ്റക്കിന്റെ ഒരു അറ്റാക്ക് നമ്മളെ ഷോയോ അവൻ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിന്റെ സ്പീഡ് കുറക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നാട്ടിലെ ടീമിലത്തെ പ്ലേയേഴ്സും അതുപോലെ തന്നെ നമ്മളെ കോച്ചസ് ഒക്കെ ഇംപ്രസ് ആവുന്നുണ്ട്. എന്നിട്ട് ഷോയെ സ്പീഡ് കുറച്ച ആ ഒരു ബോളുമായിട്ട് നമ്മളെ കഗയാമ ഷോയും അതൊരു അഡ്വാൻറ്റേജ് കണ്ടിട്ട് ഒരു പോയിന്റ് നേടുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് നമ്മളെ കോച്ചസിന് വലിയ സന്തോഷം ആയില്ല. കാരണം നമ്മളെ ഷോയും കഗയാമയും കുറെ പ്രാവശ്യം ഈ ഒരു ഫാസ്റ്റ് അറ്റാക്ക് യൂസ് ചെയ്ത കാരണം തന്നെ അത് കാരണം തന്നെ ഡേറ്റയ്ക്ക് ചെയ്ത ബ്ലോക്കേഴ്സിന് ഈ ഒരു അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത സെറ്റിൽ ഷോയിനെ കഗയാമയുടെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ചിലപ്പോൾ അവരുടെ ബ്ലോക്കേഴ്സിന് തടയാൻ സാധിക്കും. ഇപ്പൊ ഷോയുടെ ഒരു പോയിന്റോട് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ കറാസിനൊപ്പം ഫസ്റ്റ് സെറ്റിന്റെ സെറ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കറാസിനോട് വുമൻസ് ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചിമിയ അവർ ഇത്രയും ഫേമസ് ആയിട്ടുള്ള അതും ടോപ്പ് 4 നിൽക്കുന്ന ഡേറ്റക്കിന് സെറ്റ് പോയിന്റ് ആയിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് പുള്ളിക്കാരി ഞെട്ടുന്നുണ്ട്. ശേഷം നമ്മളെ കഗയാമ ഷോയും അവരുടെ ആ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ കഗയാമ പെട്ടെന്ന് അസൈസാൻ ബാക്കിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അസൈസാൻ ആ ഒരു സെറ്റാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ പവർഫുൾ ആയിട്ട് സ്പൈക്ക് ചെയ്തിട്ട് പോയിന്റ് നേടുന്നുണ്ട്. അപ്പോൾ അസൈസാന്റെ ഈ ഒരു പോയിന്റ് നേടിയപ്പോൾ നമ്മളെ കറാസിനോ ഡേറ്റക്കിനെതിരെ ഫസ്റ്റ് സെറ്റ് വിന്നായിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഔബജോസിന്റെ സെക്കൻഡ് കോച്ച് കറാസിനോക്ക് ഡേറ്റക്കിനെതിരെ അവരുടെ സെക്കൻഡ് സെറ്റും വിന്നാവാൻ സാധിക്കുമോ എന്ന് മെയിൻ കോച്ചിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ കോച്ച് പറയും, ഡേറ്റക്ക് കറാസിനോട് ആ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കറാസിനോക്ക് ഈസി ആയിട്ട് ജയിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മളെ കോച്ചാണെങ്കിൽ കഗയാമയുടെ ഷോയുടെ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് ഡേറ്റക്കിത്തെ ബ്ലോക്കേഴ്സ് തടയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ നോക്കുകയാണ്. അതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സെറ്റിന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോർമേഷനിൽ ഷോയോ ഫ്രണ്ടിത്തെ റോയിൽ അവോണി എന്ന് പറയുന്ന ബ്ലോക്കറിന്റെ മുന്നിലായിരിക്കും ഇരിക്കുക. അങ്ങനത്തെ ഫോർമേഷൻ വെക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരു പോയിന്റ് നേടുകയാണെങ്കിൽ നമ്മുടെ ഷോയെ ബാക്കിലോട്ടും അവരുടെ ബ്ലോക്കർ സൈഡിലോട്ടാണ് പോവുക. അപ്പൊ അവരുടെ ബ്ലോക്കർ നമ്മളെ ഷോനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ കോച്ചാണെങ്കിൽ ഒരു ഫോർമേഷൻ ടീമിന് പറഞ്ഞു കൊടുത്തതിനു ശേഷം ഒട്ടും വൈകാതെ തന്നെ രണ്ടാം സെറ്റും തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് അസൈസാൻ സുകിഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഷോയെ ബാക്കിത്തെ റോയിൽ ആയിരിക്കുന്ന സമയത്ത് നിനക്കെതിരെ ആയിരിക്കും അവരിലത്തെ മെയിൻ ബ്ലോക്കേഴ്സ് ഉണ്ടായിരിക്കുക, അപ്പൊ നിനക്ക് അവരെ ഡീൽ ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ നമ്മൾ സുകിഷിമ മറുപടി എടുക്കും, ഞാൻ ആ ബ്ലോക്കേഴ്സുമായിട്ട് ചലഞ്ച് ചെയ്തിട്ട് ഞാൻ ജയിക്കുമെന്ന് ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് കാരണം എന്റെ മേലേക്ക് വലിയ പ്രഷറൊന്നുമില്ല. ഇവിടെ എന്റെ റോൾ എന്ന് വെച്ചാൽ ഷോയെ വീണ്ടും ഫ്രണ്ട് റോളിലോട്ട് വരുന്നവരെ ഫ്രണ്ട് റോ സുരക്ഷമാക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം രണ്ടാമത്തെ സെറ്റ് തുടങ്ങാണ്. നമ്മുടെ തനക്കസാന്റെ സെർവാണ് ഫസ്റ്റ് തന്നെ. പക്ഷെ ആ ഒരു സെറ്റ് അവരുടെ കോഡിലെത്തിയപ്പോൾ അവരതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ട് നമ്മൾക്കെതിരെ ഒരു പോയിന്റ് ഇടുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ അപ്പോൾ തന്നെ നമ്മളെ കറാസിനൊക്കെ ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുകയാണ്. എല്ലാവരും നമ്മളെ കഗയാമ ഷോയെ കണ്ടിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഗയാമ അസൈസാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അസൈസാൻ അത് പോയിന്റ് എടുത്തിരാണ്. പക്ഷെ അപ്പൊ അസൈസാൻ ചിന്തിക്കുന്നുണ്ട്, ഈ ബ്ലോക്കർ ഇവൻ ഇത്ര ഷോയിന്റെ മുന്നിലായിരുന്നു, പിന്നെ ഇവൻ എങ്ങനെയാണ് എന്റെ മുന്നിൽ
ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് എത്തിയേ. സോ ഈ ഒരു പോയിന്റ് കൂട്ടാണെങ്കിൽ രണ്ടാം സെറ്റിൽ നമ്മളെ കറാസ്നോക്കും ഡൈറ്റക്കിനും ഓരോരോ പോയിന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കറാസ്നോക്ക് വേണ്ടി ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. ആ ഒരു ബോൾ അസൈസാൻഡർക്കും കകയാമ ഇട്ടുകൊടുക്കുക എന്ന് അറിഞ്ഞിട്ട് ഡൈറ്റക്കിന്റെ ബ്ലോക്കേഴ്സ് അസൈസാന്റെ സ്പൈക്ക് തടഞ്ഞിട്ട് അവർക്ക് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണിക്കുന്നത്. ഇപ്പോഴാണ് നമ്മളെ ഷോയോ ഫ്രണ്ട് റോയിൽ എത്തിയിട്ടുണ്ട്. ഷോയോ ഫ്രണ്ട് റോയിലോട്ട് എത്തിയപ്പോൾ തന്നെ കകയാമ ഷോയമാരുടെ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പോയിന്റ് നേടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഷോയെ ഡീകോയ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ടനക്കസാനും അതുപോലെ തന്നെ അസൈസാനും പോയിന്റ് നേടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആകെ പ്രാന്ത് പിടിച്ചിട്ട് ഡൈറ്റക്കത്തെ കോച്ച് ടൈം ഔട്ട് വിളിക്കുകയാണ്. ഇപ്പൊ പോയിന്റ് എന്ന് പറഞ്ഞാൽ കറാസ്നോക്ക് 12ഉം ഡൈറ്റക്കിന് 10 പോയിന്റാണ്. സോ ഈ ഒരു ടൈം ഔട്ടിന്റെ ഗ്യാപ്പിലാണെങ്കിൽ നമ്മളെ കോച്ച് ടീമിന് കുറെ അറ്റാക്ക് സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഡൈറ്റക്ക് അറ്റാക്ക് സ്ട്രാറ്റജി ഒന്നും ഡിസ്കസ് ചെയ്യുന്ന കാണിക്കുന്നില്ല. അതിനുശേഷം മാച്ച് റീസ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ കറാസിനും അതുപോലെ തന്നെ ഡൈറ്റക്കും കുറച്ച് പോയിന്റ് എടുക്കുന്നുണ്ട്. ഇപ്പൊ പോയിന്റ് 16-17 നമ്മളെ കറാസിനോ ലീഡിലാണ്. അപ്പോഴാണെങ്കിൽ ടനക്കസാൻ അവിടെ ഒരു അറ്റാക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് കഗയാമയുടെ അടുത്തേക്കാണ് പോകുന്നത്. കഗയാമ അതാണെങ്കിൽ അസൈസാനെ തെറ്റി തീർക്കുന്നുണ്ട്. അസൈസാൻ ഒരു ഗ്യാപ്പ് കൊണ്ടിടിച്ചിട്ട് അതിലൂടെ സ്പൈക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരിലെ ബ്ലോക്കറല്ല അവനെ ആ ഒരു അറ്റാക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ അവനാണെങ്കിൽ നല്ല ഉച്ചത്തിൽ അലറുന്നുണ്ട്. നമ്മുടെ കറാസിനോയുടെ പ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ അസൈസാന്റെ അടുത്ത് അതൊന്നും കുഴപ്പമില്ല അടുത്തിൽ സെറ്റാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഒരു ബ്ലോക്കിലൂടെ അവർ പോയിന്റ് നേടിയപ്പോൾ 17-17 എന്ന സ്കോറാണ് ഇപ്പോൾ. അതിനുശേഷം അവരുടെ ഒരു അറ്റാക്ക് നമ്മൾ ആ ക്യാപ്റ്റൻ വെച്ച് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുടെ ബ്ലോക്കർ ആണെങ്കിൽ ഈ ഒരു ബോൾ അസൈസാനായിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അസൈസാനെ നോട്ട് എടുക്കുന്നുണ്ട്. സോ ആ ഒരു ബോൾ അസൈസാനായിരുന്നു വന്നത്. അസൈസാൻ നല്ല പവറിൽ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവനെ കൈമ തട്ടിയിട്ട് അതിന്റെ സ്പീഡ് കുറയാണ്. എന്നിട്ട് ആ ഒരു ബോൾ അവരെ അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ട് അവനെ തന്നെ തിരിച്ച് വീണ്ടും സ്പൈക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ കറാസ്നോ ടീമിന്റെ ഏറ്റവും ഉയരം കൂടിയ 2 പേര് ആ ഒരു സ്പൈക്ക് ബ്ലോക്ക് ചെയ്ത കാരണം തന്നെ നമുക്ക് വീണ്ടും അതിൽ നിന്ന് ഒരു പോയിന്റ് ലഭിക്കുകയാണ്. അതിനുശേഷം നമ്മളെ കറാസ്നോ സെർവ് ചെയ്തിട്ട് അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ ഒരു അഡ്വാൻറ്റേജ് ലഭിച്ചിട്ട് നമ്മുടെ കഗയാമയുടെ സെറ്റിലൂടെ ടനക്കസാൻ പോയിന്റ് നേടുകയാണ്. അതിലൂടെ രണ്ടാം സെറ്റിൽ നമ്മുടെ കറാസ്നോക്ക് 19 പോയിന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഷോയോ ഫ്രണ്ട് റോയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ടീം വീണ്ടും അറ്റാക്ക് ചെയ്യാണ്. അതാണെങ്കിലും നമ്മൾ അസൈസാൻ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബോൾ നമ്മൾ കഗയാമയുടെ അടുത്തേക്കാണ് പോകുന്നത്. കഗയാമയാണ് ഷോയോനെ യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് വീണ്ടും ചെയ്യാണ്. അതിൽ നിന്ന് നമ്മൾ കറാസ്നോക്ക് വീണ്ടും ഒരു പോയിന്റ് ലഭിക്കുകയാണ്. പക്ഷെ അവരും പോയിന്റ് നേടുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും കറാസ്നോ അവരെക്കാളും 2 പോയിന്റിന് ലീഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷം അവരുടെ ഒരു അറ്റാക്ക് നമ്മൾ നോയസാൻ റിസീവ് ചെയ്യാണ്. നോയസാൻ റിസീവ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളെ ഷോയെ ഓടാൻ തുടങ്ങാണ്. എന്നിട്ട് കഗയാമ ഷോയൊക്കെ എടുക്കുന്ന പോലെ ആക്ട് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അസൈസാൻ നല്ല പവർഫുൾ സ്പൈക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു പോയിന്റ് നേടിത്തരികയാണ്. അതിനുശേഷം ഇതേപോലെ തന്നെ വീണ്ടും ഒരു ചാൻസ് ലഭിക്കുകയാണ് നമ്മുടെ കറാസ്നോക്ക്. നമ്മുടെ ഷോയെ ചാടിയിട്ട് അവരെ സ്പൈക്ക് ചെയ്യുന്ന പോലെ കബളിപ്പിച്ചിട്ട് നമ്മളെ കഗയാമ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇപ്രാവശ്യം അവരുടെ ബ്ലോക്കർ തടയാണ്. അവനാണെങ്കിൽ നല്ല മാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു അറ്റാക്ക് നമ്മൾ നോയസ റിസീവ് ചെയ്യാണ്. എന്നിട്ടാണ് കഗയാമയുടെ അടുത്തേക്ക് പോവാണ്. കഗയാമയും ഷോയും അവരുടെ ഒരു ബ്ലൈൻഡ് ഫാസ്റ്റ് അറ്റാക്ക് വീണ്ടും യൂസ് ചെയ്യാണ്. പക്ഷേ ഇപ്രാവശ്യം അവനെ ബ്ലോക്ക് ചെയ്തെന്ന് ഉറപ്പിച്ചായിരുന്നു. ഭാഗ്യത്തിന് നെറ്റം തട്ടിയിട്ട് നമുക്ക് തന്നെ പോയിന്റ് ലഭിക്കുന്നത്. ഈ ഒരു പോയിന്റ് ലഭിച്ചപ്പോൾ നമ്മളെ കറാസ്നോ ഡേറ്റക്കിനെതിരെ രണ്ടാം സെറ്റിൽ മാച്ച് പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇതോടുകൂടി നമ്മളെ ഷോയെ ബാക്ക് റോയിൽ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അസൈസാനും സുബുക്കിഷിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കോച്ചിനെ കണ്ടിട്ട് ആകെ ഒരു ടെൻഷൻ വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം മാച്ച് തുടങ്ങിയിട്ട് നമ്മളെ ഷോയോ അവന്റെ ഒരു സെർവായിരുന്നു. അതാണെങ്കിൽ നല്ല പവറിലാണ് സ്പൈക്ക് ചെയ്യണവൻ. ആദ്യം മിസ്സാക്കിയത് നെറ്റം അടിച്ചിട്ടായിരുന്നു. പക്ഷെ ഇപ്പം മിസ്സാക്കിയത് ഔട്ട്ലോട്ട് അടിച്ചിട്ടായിരുന്നു. അത് കാരണം തന്നെ നമ്മളെ കഗയാമ അവന്റെ അടുത്ത് നന്നായിട്ട് തന്നെ ചൂടാവാണ്. കാരണം ഈ ഒരു മാച്ച് ഏകദേശം അവസാനത്തിൽ എത്താനായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു ചെറിയ സില്ലി മിസ്റ്റേക്കുകൾ കാരണമാണ് അവർക്ക് ഇങ്ങനെ പോയിന്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണം തന്നെ നമ്മളെ ഷോ ആണെങ്കിൽ നോയസാനുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നെ അവന്റെ ടീമിൽ ഒരു അഡ്വാൻറ്റേജ് ബോൾ ലഭിക്കുകയാണ്. അവർ നല്ല സ്പീഡിൽ തന്നെ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ടനക്കസ നല്ല കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത് റിസീവ് ചെയ്യുന്നുണ്ട്. ടനക്കസ റിസീവ് ചെയ്ത ആ ഒരു ബോൾ നേരെ കഗയാമയുടെ അടുത്തേക്കാണ് പോകുന്നത്. കഗയാമ അസൈസാനെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ബ്ലോക്കേഴ്സ് പറയുന്നുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം അവനെ പൂട്ടിയതാണ്, അതുപോലെ നമ്മൾ ഇനിയും അവനെ പൂട്ടാൻ പോവുകയാണ്. അങ്ങനെ കഗയാമയുടെ അടുത്തായിട്ട് സെറ്റ് ആണെങ്കിൽ നമ്മൾ അസൈസാൻ നല്ല പവറിൽ സ്പൈക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഡേറ്റയ്ക്ക് ചെയ്ത ബ്ലോക്കേഴ്സിന്റെ കൈമാടിയിട്ട് അത് നല്ല ദൂരക്ക് തെറിച്ചു പോവാണ്. എന്നിട്ട് എല്ലാവരും നമ്മുടെ കോർട്ടിലോട്ട് അത് ബോൾ ഇപ്പോൾ വീഴും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നിട്ടാണ് നമ്മൾ നിഷിനോയ ആ ഒരു ബോൾ അവിടെ കേടുന്നിട്ട് റിസീവ് ചെയ്യാണ്. ആ ഒരു ബോളാണെങ്കിൽ ഇപ്പോൾ നല്ല ഉയരത്തിലോട്ടാണ് പോയിരിക്കുന്നത്. എന്നിട്ട് നേരെ നമ്മൾ കഗയാമടുത്തേക്കാണ് പോകുന്നത്. കഗയാമയാണെങ്കിലോ വീണ്ടും നമ്മൾ അസൈസാനാണ് സെറ്റ് തീർക്കുന്നത്. കഗയാമയുടെ ഈ ഒരു സെറ്റ് ആണെങ്കിൽ നെറ്റിനോട് ചേർന്നിട്ടാണ് വന്നത്. അത് കാരണം തന്നെ അവരുടെ ടീമിലത്തെ ബ്ലോക്കേഴ്സും നമ്മൾ അസൈസാനും ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അവസാനം അവരുടെ ബ്ലോക്കേഴ്സാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ബോളാണെങ്കിൽ നിലത്തോട് തട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ നിഷിനോയ വീണ്ടും വിധി മാറ്റി എഴുതുന്നത്. നിഷിനോയ ഈ ഒരു മൊമെന്റിൽ ചിന്തിക്കുന്നുണ്ട് എന്റെ കൈ എന്തായാലും അങ്ങോട്ട് എത്തില്ല, അപ്പൊ ഞാൻ കാല് യൂസ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ആ ഒരു ബോളിനെ നിലത്ത് തട്ടാൻ സമ്മതിക്കുന്നില്ല. ശരിക്കും പറയാൻ ഇതൊരു ടോപ്പ് 10 മൊമെന്റ്സിലത്തെ ഒരു മൊമെന്റ് ആണിത്. ഈ ഒരു റിസീവ് കണ്ടിട്ട് ആ സ്റ്റേഡിയം മുഴുവൻ ഞെട്ടി പോകുന്നുണ്ട്. നിഷിനോയ റിസീവ് കണ്ടിട്ട് നമ്മൾ അസൈസാനാണെങ്കിൽ ബാക്കിലോട്ട് ഓടിപ്പോവാണ്. എന്നിട്ട് നല്ല സ്പീഡിൽ തന്നെ ഓടി വന്നിട്ട് നല്ല ഉയരത്തിൽ തന്നെ ചാടാൻ വേണ്ടിയിട്ട് നമ്മൾ അസൈസാനാണെങ്കിൽ അസൈസാനെ ബോഡിനെ റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ കഗയാമ അസൈസാനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ കഗയാമക്ക് സുഗാർസാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഓർമ്മ വരികയാണ്. അസൈസാനെ ഏറ്റവും ഇഷ്ടമുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റിനോട് ചേർന്നിട്ടുള്ള സെറ്റാണെന്ന്. അതും കൂടി ഓർത്തിട്ടാണ് നമ്മൾ കഗയാമ അസൈസാനെ ഏറ്റവും ഇഷ്ടമുള്ള അതേ സെറ്റ് തന്നെ അസൈസാനെ ഇട്ടുകൊടുക്കുകയാണ്.
ഇപ്പോഴാണെങ്കിൽ കറാസിനോട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ അസൈസാന്റെ ആ ഒരു ലാസ്റ്റത്തെ സ്പൈക്കിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അസൈസാനാണെങ്കിൽ എല്ലാ പവർ കൊടുത്തിട്ട് ആ ഒരു സ്പൈക്ക് അവിടെ ചെയ്യാണ്. അതിൽ നല്ല പവറിലായിരുന്നു തന്നെ ആ ഒരു സ്പൈക്ക് നമ്മൾ അവോനന്റെ കൈ മാറ്റിട്ട് ദൂരൊക്കെ തെറിച്ചു പോവാണ്. എന്നിട്ട് ആ ഒരു ബോൾ നേരെ പോയി ലാൻഡ് ചെയ്യുന്നതോ നെറ്റിന്റെ മേലെ ആയിട്ടാണ്. നെറ്റിന്റെ മേലെ നിന്ന് ആ ഒരു ബോൾ ആണെങ്കിൽ താഴത്തോട്ട് വീഴുന്നുണ്ട്. ഡേറ്റത്തെ പ്ലേയേഴ്സ് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു ബോൾ റിസീവ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഒരു ബോൾ അവിടെ നിലത്തോട്ടിയതോടുകൂടി ഈ ഒരു കളി നമ്മുടെ കറാസിനോ രണ്ടാം സെറ്റും ജയിക്കുകയാണ്. നമ്മുടെ കറാസിനോത്തെ പ്ലേയേഴ്സിന് എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് നല്ല ഉച്ചത്തിൽ തന്നെ അവിടെ ചേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കറാസിനോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും. പക്ഷേ ഇതേ സമയത്ത് തന്നെ ഈ ഒരു കളി തോറ്റ ഡേറ്റൊക്കെ ആണെങ്കിൽ നമ്മളെ കറാസിനോയുമായിട്ട് ഷെയ്ക്കാൻ ചെയ്യാൻ പോവാണ്. എന്നിട്ടാണെങ്കിൽ കറാസിനോ അതുപോലെ തന്നെ ഡേറ്റക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഷോയ്ക്ക് നേരെ അവനെ വരുന്നുണ്ടായിരുന്നു. അവനെയും ഷെയ്ക്കാൻ്റെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോയ്ക്ക് നേരെ കൈ നീട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഷോയ്ക്ക് അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു നിന്റെ ഐബ്രോസിന് എന്താ പറ്റിയെന്ന്. പക്ഷെ നമ്മുടെ ഷോയോ അവനെ തന്നെ എങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ പിടിച്ചു നിർത്താണ്. എന്നിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നുണ്ട്.